പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ സോമനാഥ ക്ഷേത്രത്തിൽ സ്വാഭിമാൻ പർവ് ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. നരേന്ദ്രമോദി തത്സമയം. और ये साफ साफ संदेश दे रही है ये शौर्य यात्रा कि जहाँ इतिहास ने परीक्षा ली वहीं आस्था ने उत्तर दिया, और जहाँ आक्रमणकारी थक गए भारत का निर्माण हुआ। और शांति तो हमारी संस्कृति है, शौर्य हमारी पहचान है। सोमनाथ से सीमा तक यहाँ से एक बड़ा संदेश जा रहा है कि भारत कभी झुकेगा नहीं। अश्विनी, भारत कभी झुकेगा नहीं। कितने भी आक्रांता आए, आक्रमण करें, लेकिन भारत की आस्था अटूट रही, अड़िग रही, और भारत और मजबूती के साथ खड़ा हुआ। अश्विनी, क्या आपको हमारी आवाज मिल रही है? मेरी आवाज मिल रही है? യെസ് സോമനാഥ ക്ഷേത്രത്തിന് നേരെ നടന്ന ആദ്യ ആക്രമണത്തിന്റെ 1000 വർഷങ്ങൾ തികയുന്ന വർഷമാണ് 2026 ജനുവരി. അതിന്റെ പശ്ചാത്തലത്തിലാണ് മോദിയുടെ ഈ സന്ദർശനം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം സോമനാഥ സ്വാഭിമാൻ പർവിന്റെ പ്രാധാന്യം. അത് ഉയർത്തിക്കാട്ടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിനുള്ള ആദരവാണ് നരേന്ദ്രമോദി എത്തുന്നതിലൂടെ, അദ്ദേഹത്തിന്റെ സന്ദർശനത്തിലൂടെ അവർക്ക് അർപ്പിക്കുന്നത്. എന്തായാലും ഈ സോമനാഥ ക്ഷേത്രത്തിന് 1000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആക്രമണത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം എത്തുമ്പോൾ ഓരോ വിശ്വാസികൾക്കും ഇത് ആവേശത്തിൻ്റെ, അവരുടെ അഭിമാനത്തിൻ്റെ ഒരു നിമിഷം കൂടിയാണ്. ഓരോ തവണയും പലതവണ ഈ ക്ഷേത്രം, നമുക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ പലതവണ ഈ ക്ഷേത്രം തകർക്കപ്പെടാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഈ ഓരോ തവണയും ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ഈ ജനങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവരുടെ കരുത്തിനെയൊക്കെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അദ്ദേഹം ഇട്ടിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് സോമനാഥ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ്. 1000 വർഷം മുൻപ് നടന്ന ആ ആക്രമണം എങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് മറക്കാനാകുക?